പിന്നെ 2 ദിവസത്തേക്ക് ഞാൻ ഉണ്ടാവില്ല. ഞാനും ഉണ്ടാവില്ല. അപ്പൂപ്പന്റെ ബർത്ത്ഡേ, വീട്ടില് കുറെ ആൾക്കാർ വരുന്നുണ്ട്. ഞങ്ങളൊന്നും വിളിക്കുന്നില്ലേ? എന്തിന്? നിങ്ങളൊക്കെ വലിയ കാശുകാരല്ലേ? എന്താ ചിരിക്കണേ? അവിടെ വാസ്കോ ഡ ഗാമ കപ്പലാണ്. അവിടെയാണെന്നാണ് അപ്പൂപ്പൻ പറഞ്ഞത്. അത് തന്നെ ചുമ പറ്റിക്കാൻ പറഞ്ഞായിരിക്കും. ആണല്ലേ? സംശയം ക്ലാര പറഞ്ഞായിരിക്കും. ശരി, അവിടെ തന്നെ ആയിരിക്കും. എടാ, നീ എന്ത് പറഞ്ഞാലും വിശ്വസിക്കോ? എന്ത് പറ്റിയടാ? നിനക്കെന്താ ഭയങ്കര വിഷമം? എനിക്കൊരു സന്തോഷമില്ലടാ, ആകെ ഭയങ്കര സങ്കടം. ഫിജോ, എന്തോ ഫിജോ ഒരു മിനിറ്റ്. എന്താ മിസ്സേ? എന്നോട് സാർ എല്ലാം പറഞ്ഞു. ആ കവിതകളൊക്കെ ഫിജോ എഴുതിയതാണല്ലേ? അത് മിസ്സേ, ഞാനത് എനിക്ക് മിസ്സിനോട് അത് തുറന്നു. ഫിജോന്റെ ഈ തമാശകളാണ് എന്നെ സാറിനെ ഒരുമിപ്പിച്ചത്. അതുകൊണ്ട് ആ കവിതകളൊക്കെ ചേർത്തൊരു പുസ്തകമാക്കാൻ ഞാനും സാറും തീരുമാനിച്ചു. അതിന്റെ ആദ്യ കോപ്പി ഫിജോയ്ക്ക് തരാനാ ഞാൻ വന്നത്. നന്നായി എഴുതുന്നുണ്ട്, ഇനിയും എഴുതണം. അസൈൻമെന്റ് കൂടെ സ്വന്തമായിട്ട് എഴുതണോട്ടോ. ജൂജു ഫെർണാണ്ടസ്. നല്ല കവിതകളാ അയാളുടെ. ഹൃദയത്തിൽ കുന്തമുനകൾ പോലെ സ്പർശിക്കുന്ന വരികളാ. ഇരുത്തം വന്ന ഒരു കവിയാവട്ടെ എന്ന് ആശംസിക്കുന്നു. ഇനി എഴുതണം കേട്ടോ. പൈസ പോയാലോ? കേറ്. ടീച്ചർക്ക് സ്പീഡ് കുഴപ്പമില്ലല്ലോ? പോട്ടെ. ഓക്കെ ഷിജോ, കാണാം. ഞാൻ ചിലപ്പോൾ 140 കിലോമീറ്റർ സ്പീഡിലൊക്കെ പൊക്കളേ. ഈ ബൈക്ക് കൈ കിട്ടിക്കഴിഞ്ഞാൽ പിന്നെ എന്റെ സ്പോർട്സ് മാൻ ഉണ്ട്. രാമാടാ, നീ ഇതിനെ ഇങ്ങനെ പതിപ്പിച്ചോണ്ടിരിക്കാ, നീ ഒന്ന് പോയി കുളിക്കേ. എന്നാ പാപ്പം വന്ന് കഴുകു, ഞാൻ പോയി കുളിക്കാം. രാവിലെ തന്നെ ഓരോരുത്തരന്മാരെ ഇറങ്ങിക്കോളും മനുഷ്യനെ മെനക്കെടുത്താൻ. ഒരു പണിയും മര്യാദ ചെയ്യാൻ സമ്മതിക്കൂലോ. അത് കഴിയുമ്പോഴേ ഇതും കൂടെ ഒന്ന് കഴുകി എടലേ, നിനക്ക് കുളിച്ച് ഡ്രസ്സൊക്കെ ഒന്ന് മാറിക്കൂടെ? ഇവിടെ ഒരു പരിപാടി നടക്കല്ലേ? മാറിക്കോളാം. ഇനി എപ്പോഴാ? ആരോട് പറയാൻ? നമുക്കുണ്ട് ബർത്ത്ഡേ. എന്ത് സർപ്രൈസ്? മനുഷ്യനെ നാണം കെടുത്താനായിട്ട്. ആരാണാവോ? സർപ്രൈസ് ആണല്ലോ. അമ്മേ, തോർത്തെടുത്തോ? ക്ലാര, ലൈലാസറിന്റെ ഫ്രണ്ടാ. അവനാരെ വിളിക്കാനില്ല എന്ന് പറഞ്ഞിട്ട് മോളകത്തേക്ക് വാ. അവൻ കുളിക്കാതെ നിൽക്കായിരുന്നു. മോളെ കണ്ടപ്പോ കുളിക്കാൻ ഓടിയിട്ടുണ്ട്. ക്ലാര, മോളിരിക്കേ. ക്ലാര പ്രോജക്റ്റ് കഴിഞ്ഞാ? പാപ്പ വാങ്ങിട്ട് നോക്കിയേ, എങ്ങനെയുണ്ട്? പുളിയായിട്ടില്ലേ? ഞങ്ങളുടെ കോളേജിലുള്ളതാണ്. ഇതെന്നാ ചെങ്കുടിയോ? ചെങ്കുടി ഒന്നുമല്ല, ഒരു സക്കാവിന്റെ കേക്കാകുമ്പോ ഓരോ ഡൈപ്പുകളേ. മോളുടെ പേരെന്താ? ചേച്ചി സ്കൂട്ടറിൽ ഇവിടെ വന്നിരുന്നോ? എവിടെയോ കണ്ട മതി. എന്റെ പൂപ്പന്റെ ജിമ്മിക്ക് കമ്മൽ. Happy birthday to you. Happy birthday to you. Happy birthday to you. Happy birthday to you. നീങ്ങുവാ. നീയല്ല ഇവൻ. ക്ലാര ഇപ്പൊ വന്നു. നമ്മള് മാച്ചല്ലോ. ഇത് പിടിച്ചേ. എന്തിനാ? നീ എടുത്തു കൊടുക്കടാ. കൽപ്പൂരപ്പൂവിനത്ര പോരാ. നീ തന്നെ കഴിച്ചാ മതി. വേണ്ട, നമുക്ക് എല്ലാവർക്കും സെൽഫി എടുക്കാം. സെൽഫി എടുക്കാം. എല്ലാരും കയറിയേക്കാം. നോക്കിയേ, വാ കുറച്ചടുത്തേക്ക് വാ. നോക്കിയേ, സ്മൈൽ. ഒന്നൂടെ സ്മൈൽ.
കണ്ട ഇത് ലൈലച്ചേട്ടൻ ഷഡ്ഡിയിട്ട ഫോട്ടോ, ഇപ്പുറത്ത് ലൈലച്ചേട്ടൻ ഷഡ്ഡിയിടാത്ത ഫോട്ടോ. എന്താണ് ഈ കുറിപ്പുകള് പറയണത്? ദേ വന്ന് അയ്യേ, അതെ ഈ പിള്ളേര് ചുമത്താ. ഇതെല്ലാം കുഞ്ഞിലത്തെ ഫോട്ടോ അല്ലേ? ഈ ഫോട്ടോക്ക് എന്താ കുഴപ്പം? ഓഹോ, അങ്ങനെയാണോ? ഞാൻ ഇപ്പൊ ശരിയാക്കി തരാട്ടാ. ക്ലാര നിക്ക്. എടാ എടാ എടാ, ഇതാണോ കുട്ടി? ഇതൊന്നുമല്ല, പക്ഷെ ഏകദേശം ഇതുപോലെയൊക്കെ തന്നെ ഇരിക്കും. ആ വേണ്ട വേണ്ട വേണ്ട, എന്റെ കത്തി തൊട്ടുള്ള കളി വേണ്ട. നോക്കട്ടെ, ഇങ്ങത്താ നോക്കട്ടെ. അങ്ങനെ നോക്കണ്ട, ആരെയും കാണിക്കാതിരിക്കാൻ മാത്രം ഇതിനകത്ത് എന്താ വില നിധി ഉണ്ടോ? അനങ്ങാണ്ടിരിക്കും മാറ്. ഇതിലേ കൊറേ വർഷങ്ങളുടെ പഴക്കമുള്ള ഒരു സംഭവം ഉണ്ട്. അത് കാണുന്നവർ കണ്ടോളും. സദ്യ റെഡി വാ പോവാം, വാ നടക്ക് നടക്ക്. ഇതിലെ ഇതിലെ ക്ലാര, ഈ കൂട്ടുകാരിന്ന് വെച്ചോക്കെ അടിപൊളിയാ. ഇഷ്ടായോ? എന്ത്? സദ്യ, പായസം, വീട്. സദ്യയും വീടും വീട്ടുകാരും എല്ലാം ഇഷ്ടായി. പിന്നെ പിന്നെ ഒന്നുമില്ല. ഇതിനകത്ത് മീനൊക്കെ ഉണ്ടട്ടാ, അപ്പം പിടിച്ചിട്ടാ. ചേച്ചി വാ നമുക്ക് ഊഞ്ഞാലാടാം. ഒന്ന് പോയോടി, എന്ത് സാധനം ഇത്? നീ കളത്തിൽ കല്ലെറിഞ്ഞോ? ഈ കുട്ടിപ്പിശാചിനും വരാൻ കണ്ട നേരം. ആണോ? അപ്പൊ അവിടെ ഒന്നും ചെയ്യില്ലേ? ഇന്ന് ഞാൻ പായസം ഉണ്ടാക്കിയില്ല, അല്ലെങ്കിൽ എല്ലാ പ്രാവശ്യം ഞാനാ ഉണ്ടാക്കാറ്. വാ ചേച്ചി, ഞാൻ ആട്ടിത്തരാം. വാ ചേച്ചി, വാ ഇരി. ഐഫോൺ എനിക്ക് വലിയച്ഛൻ കണ്ടെത്തരാന്ന് പറഞ്ഞിട്ടുണ്ട്. എങ്ങനെയുണ്ട് സദ്യക്ക്? ചേച്ചിയെങ്കിലും പറഞ്ഞല്ലോ. ചേച്ചി എന്തു പറ്റി? പപ്പ ഒന്ന് അകത്തിട്ട് പോവല്ലേ പപ്പ? വേണ്ട. അപ്പ ഇതെന്റെ പപ്പ. നമസ്കാരം. നമസ്കാരം. തോമസ് കുര്യൻ. ഇവിടെ ഒരു ഫംഗ്ഷൻ നടക്കുന്നത് മോള് പറഞ്ഞിരുന്നു. ആരുടെ പിറന്നാളായിരുന്നു? എന്റെ തന്നെയാ. മെനി മെനി ഹാപ്പി റിട്ടേൺസ് ഓഫ് ദി ഡേ. ഈശ്വരൻ അനുഗ്രഹിക്കട്ടെ. താങ്ക് യു. തോമസ് ഇരിക്കെ, ഊണ് കഴിച്ചിട്ട് പോവാം. അയ്യോ വേണ്ട, ഞാൻ കഴിച്ചിട്ടാ വന്നത്. വേണേ ഒരു ഗ്ലാസ് പായസം ആവാം. അമ്മേ പായസം. അയ്യോ വേണ്ട, സോറി, ഞാൻ പറയാൻ മറന്നുപോയി. എനിക്ക് ഷുഗറിന്റെ പ്രശ്നമുണ്ട്. പിന്നീട് ഒരിക്കലാവാം. ഇറങ്ങട്ടെ എന്നാ മോളെ, ഇറങ്ങാം. ലൈലസുര ഒന്ന് വരണേ. എന്തെങ്കിലും ക്ലാരയുടെ എൻഗേജ്മെന്റ് ലെറ്റർ പ്രിന്റ് ചെയ്ത് കിട്ടിയതേ ഉള്ളൂ. ഓർമ്മയില്ലേ? ഇദ്ദേഹത്തിന്റെ സെലക്ഷനാ. ഡിസൈൻ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു. പിന്നെ ഇനി വിളിച്ചില്ല എന്ന് പറയരുത്, നേരത്തെ തന്നെ അങ്ങ് എത്തിയേക്കണം. ഓക്കെ, കേറ് മോളെ, ഞങ്ങൾ വരട്ടെ എന്നാ. നീ ഇത്രയും വിളിച്ചിട്ട് ഫോൺ എടുത്തില്ലെങ്കിൽ പിന്നെ എന്തിനാ വിളിക്കാൻ നിക്കണേ? എനിക്കൊന്ന് അയാൾക്ക് നിന്റെ ചേച്ചിനോട് അങ്ങനെയൊന്നും ഇല്ലാന്നാ. ഇഷ്ടാണ്,
പക്ഷെ എന്താ ഇപ്പൊ ഫോൺ എടുക്കാത്തെ? എനിക്കറിയാൻ പാടില്ലായിട്ട് ചോദിക്കാം, അവർ രണ്ടുപേരും ഒരുമിപ്പിച്ചിട്ട് നിനക്ക് എന്ത് കിട്ടാനാ? എനിക്കിഷ്ടല്ല അയാളെ, യോഹന്നെ. ചേട്ടാ ഇവിടെ നിർത്തിക്കോ, ഇവിടെ നിർത്തിക്കോ. താങ്ക്സ് ചേട്ടാ. ഓക്കെ. നീ ഇവിടെ ഇരിക്കണം. എന്താണ് നിന്റെ ഉദ്ദേശം? കുറച്ച് ദിവസമായി നീ തുടങ്ങിയിട്ട്. അല്ലെങ്കിൽ അവിടെ പോയി കഴിഞ്ഞാൽ എന്നെ കൂടെ വിളിക്കാനാണല്ലോ. നിനക്കിപ്പോ എന്ത് പറ്റി? കാര്യം പറ, നീ മതി വലിച്ചത് എന്താണ്? നീ എന്താണ് വീട്ടിൽ നിന്ന് വിളിച്ചിട്ട് ഫോൺ എടുക്കാത്തത്? എന്തേലും ഒന്ന് പറയടല്ലേലും. വീട്ടിലെന്തെങ്കിലും പ്രശ്നം ഉണ്ടാ? നീ എന്താ മേരി വിളിച്ചിട്ട് ഫോൺ എടുക്കാത്തത്? എനിക്ക് പറ്റുള്ള ഫിഫു, ഞാനും മേരിയും തമ്മിൽ സെറ്റ് ആവില്ല. ചുമ്മാ തമാശ പറയല്ലേട്ടാ നീ. തമാശ പറയണതല്ല, ഞാൻ അവിടെ തമ്മിൽ സെറ്റ് ആവില്ലടാ. എന്ത് സെറ്റ് ആവില്ലെന്ന് നീ ഇപ്പൊ ഇങ്ങനെയൊക്കെ പറയണേ? എടാ ഫിഫു, എനിക്ക് നിന്റെ അടുത്ത് സീരിയസ് ആയിട്ട് ഒരു കാര്യം പറയാനുണ്ട്. എന്ത് കാര്യം? ക്ലാരേ, താനൊന്ന് നിന്ന്. താൻ എന്തിനാണ് എന്നെ കടമ ഒഴിഞ്ഞു മാറിയെടുക്കണത്? പ്രോജക്റ്റും ചില കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. ഇത്രയും നാളെ ഞാനും ഉണ്ടായിരുന്നില്ല പ്രോജക്റ്റിൽ. പിന്നെ എന്ത് പറ്റി എന്നെ ഒഴിവാക്കാൻ? അടുത്ത ആഴ്ച എന്റെ എൻഗേജ്മെന്റാ. അതിൻ്റെതായ തിരക്കുകളൊക്കെ എനിക്കുണ്ട്. വേറെന്തൊക്കെ ലൈലാസുരന് അറിയണം? എനിക്കൊന്നും പറയാൻ പാടില്ലേ? അല്ല ക്ലാരെ, താൻ എന്തിനാണ് ഇത്ര നേരത്തെ കല്യാണം കഴിക്കാൻ പോണത്? പപ്പ നിർബന്ധിച്ചിട്ടാണോ അതോ തനിക്കിഷ്ടായിട്ടാണോ? ക്വസ്റ്റ്യൻ ചെയ്ത് കഴിഞ്ഞോ? അമ്മയില്ലാണ്ട് ഒരു പെൺകുട്ടീനെ വളർത്താന്ന് പറഞ്ഞാ അത് വലിയ ബുദ്ധിമുട്ടുള്ള കാര്യം തന്നെയാ. അവിടെ ഞങ്ങളുടെ പപ്പ ഞങ്ങൾ രണ്ടുപേരെ നോക്കി വളർത്തി. അവളുടെ കാര്യം പിന്നെ ലൈലാസുരന് അറിയാലോ. ഇങ്ങോട്ട് വിളിച്ച് അങ്ങോട്ട് പോകുന്ന ടൈപ്പാ. അവളുടെ പോലെ ഞാനും അങ്ങനെ ആയാ അത് ശരിയാവില്ലല്ലോ. എൻ്റെ പപ്പയുടെ ചെറിയ ആഗ്രഹങ്ങളും സന്തോഷങ്ങളും ഞാനെങ്ങനെ സാധിച്ചു കൊടുക്കണ്ടേ? ശരിയല്ലേ? ക്ലാരെ, ക്ലാരെ ആരെങ്കിലും പ്രേമിച്ചിട്ടുണ്ടോ? ലൈലാസുരൻ ആരെങ്കിലും പ്രേമിച്ചിട്ടുണ്ടോ? പ്രേമിച്ചിട്ടുണ്ടോന്നോ? ഞാൻ ആദ്യമായിട്ട് പ്രേമിക്കണത് 4ാം ക്ലാസ്സിൽ പഠിക്കുമേ. മുടിയൊക്കെ 2 സൈഡിലേക്ക് പിന്നിട്ട് കാണാൻ നല്ല സുന്ദരിക്കുട്ടിയായിട്ടുള്ള ദേവകുട്ടി. അന്നതൊരു പ്രേമായിരുന്നില്ല. പിന്നെ 8ാം ക്ലാസ്സിൽ പഠിക്കുമ്പോ ശ്രീദേവി സന്തോഷിനെ ശ്രീദേവി ലൈലാസുരനാക്കാൻ നോക്കി. അതും ശരിക്കുള്ളൊരു പ്രേമായിരുന്നില്ല. 10ൽ പഠിക്കുമ്പോ തട്ടൊക്കെ ഇട്ടൊരു ഉമ്മച്ചിക്കുട്ടി നസിയ. അതും വർക്കൗട്ടായില്ലെന്നേ. പിന്നെ ഡിഗ്രി ഫസ്റ്റ് ഇയർ പഠിക്കുമ്പോ ഒരുത്തി എന്നെ ആത്മാർത്ഥമായിട്ട് സ്നേഹിച്ച് പറ്റിച്ച്. ക്ലാരെ, ക്ലാരെ, ഇതൊന്നും ശരിക്കുള്ളൊരു പ്രേമായിരുന്നില്ല. അപ്പോ ശരിക്കുള്ള പ്രേമം മേരിയോടായിരുന്നല്ലേ? അല്ലേ?